ആദ്യം തന്നെ നമുക്ക് വെൽക്കം ചെയ്യാം റെണു സുധേ വെൽക്കം റെണു സുധി. ഇപ്പൊ യൂട്യൂബർമാര് സോഷ്യൽ മീഡിയ ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായ ഒരു സമയം ഉണ്ടായിരുന്നു. രേണു സുധിയുടെ ഒരു പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ വന്നപ്പോഴത്തേന് സോഷ്യൽ മീഡിയയും പിന്നെ യൂട്യൂബർമാരൊക്കെ ചെറുതായിട്ടൊന്ന് സ്തംഭിച്ചു. ബട്ട് അതല്ല, നമുക്ക് വെൽക്കം ചെയ്യാം റെണു സുധേ. ಸರಿ ಸರಿ ಹಾಯ್ ರೇಣು. ಹಾಯ್, ನಮಸ್ತೆ. ചെറുതായിട്ട് താമസിച്ചു പോയി ഗൈസ്. ആ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ക്യാമറ അവിടെ തന്നെ മുഖത്ത് തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് എടുത്തോണ്ട് വരുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബർമാരൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായെന്ന് പറഞ്ഞ എന്താണെന്നറിയോ? എല്ലാരും വിചാരിച്ച രേണു സുധി നന്നായോ എന്ന്. പെട്ടെന്ന് നന്നായോ? അങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും ഇങ്ങനെ വന്നു കേട്ടോ. പുതിയൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. നമുക്ക് ചേച്ചിയുടെ ആ ഇന്റർവ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. കുടുംബത്തിന്റെ പ്രശ്നം മീഡിയക്കാരല്ല, ഞാൻ ഒരു മീഡിയക്കാരെ വിളിച്ചിട്ടല്ല അവരവിടെ വന്നത്. അവരവിടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഡയറക്ടർ വിളിച്ചിട്ട് വന്നതാണ്. അപ്പം എന്താ പറയാ, അതിനും രേണുസുധിയുടെ കൈകളിലാണ് വരുന്നത്. അപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഡയറക്ടറെ വിളിച്ചു വരുത്തിയെന്ന് പറയാം. നമ്മൾ 4-6+ വരുത്തിയിട്ടുള്ള കായസ്. പിന്നെ നമ്മൾ ഇത്രയും നാള് കണ്ടോണ്ടിരിക്കുന്നത് നമ്മള് പൊട്ടന്മാരല്ലേ? എല്ലാരും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ചേച്ചിയുടെ പുറകിൽ എല്ലാരും സെലിബ്രിറ്റി പറയുന്നത്. എനിക്ക് കുഴപ്പമില്ല. എന്റെ സുഹൃത്തുക്കൾ എന്റെ അനിയന്മാരാണ്, എന്റെ ചേട്ടന്മാരാണ്, ചേച്ചിമാരാണോ? ഇതൊക്കെ ഏത് ബന്ധത്തിൽ പെടും? ചേട്ടന്മാരാണ് ചേച്ചിമാരാണെന്ന് എന്തുവാണ് ഇതൊക്കെ? എല്ലാവരും ചേട്ടന്മാരാണ് ചേച്ചിമാരാണ്. അപ്പൊ അറിയാവുന്നവരായിരിക്കുമല്ലോ. അപ്പൊ അറിയാവുന്നവരാണെങ്കിലും വിളിച്ചു വരുത്താമല്ലോ. ഇന്ന സ്ഥലത്ത് ഞാൻ പോകുന്നുണ്ട്, അവിടെ വരണം, വീഡിയോ എടുക്കണം, കൊളാബ് അടിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ കൊളാബ് എല്ലാം ആ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി. അവിടെ വന്നിട്ടുള്ള മീഡിയക്കാരെല്ലാം ഇട്ടിട്ട് സകല കൊളാബും അടിച്ചിട്ടുണ്ട്. സകല കൊളാബും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരാധകരോട് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് കുറെ ചെറുപ്പക്കാര് കൊച്ചു പിള്ളേർ ആരാധകരുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെയൊക്കെ മൂന്നാറ് പിള്ളേരെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേർ. ഓക്കെ, എന്നെ സംബന്ധിച്ച് അവര് 18 വയസ്സിന് മേളിലുള്ള കൊച്ചു പിള്ളേര് സബ്സ്ക്രിപ്ഷൻ കണ്ടിട്ടായിരിക്കും വന്നത്. പറയാൻ പറ്റത്തില്ല. കൊച്ചു പിള്ളേരല്ലേ, എനിക്ക് 34 വയസ്സില്ല, അതുകൊണ്ട് പറഞ്ഞത് 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേർ. 18 വയസ്സിന് മേളിലുള്ള കൊച്ചു പിള്ളേര്. ചേച്ചിക്ക് 34 വയസ്സുണ്ട്. ചേച്ചി എന്തായാലും കൊച്ചല്ലേ. അപ്പൊ ചേച്ചിക്ക് താഴെയുള്ളവരെല്ലാം കൊച്ചു പിള്ളേരാണെന്നാ പറയുന്നത്. 18 വയസ്സിന് മേളിലുള്ളവരും ചേച്ചിയുടെ 34 വയസ്സിന് ഇടയിലുള്ളവരെല്ലാം കൊച്ചു പിള്ളേരാന്നാ പറയുന്നത്. ഓക്കെ, നടക്കട്ടെ. അങ്ങനെയല്ല പറയുന്നത്. 18 വയസ്സിന് മേലുള്ള 18 വയസ്സിന് മേളിലുള്ള കൊച്ചു പിള്ളേർ എന്തുവാണ് ഇത്? പിള്ളേർക്ക് എന്റെ ആരാധകർ ഇഷ്ടപ്പെടാൻ പാടില്ല. ചെറിയ കുട്ടികള്, വാവകളല്ലേ, അത് കുഞ്ഞു വാവകളില്ല. അവർക്ക് ഇഷ്ടമാണ്. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്. 18 വയസ്സിന് താഴെ ഉള്ളവരെല്ലാം കുണുവാവുകളാണ് കേട്ടോ. ചേച്ചിക്ക് എല്ലാവരും കുണുവാവുകളാണ്. അപ്പൊ കുഞ്ഞു വാവുകളാണ്. 18 വയസ്സിന് മേളിലുള്ളവരെല്ലാരും കൊച്ചു പിള്ളേരാണ്. ശ്രദ്ധിക്കാൻ പാനെ. മൂന്നാറിൽ വെച്ചിട്ട് കൊറേ ആരാധകർ ഉണ്ടായിരുന്നു. ആരാധകരുടെ ഞാൻ പറയാറില്ല, എന്നെ സ്നേഹിക്കുന്നവരെന്ന് ഞാൻ പറയാറുള്ളൂ. ആരാധകരുണ്ട്, ചേച്ചിക്ക് ഇഷ്ടം പോലെ ആരാധകരുണ്ട്. ഇപ്പൊ ആരാധകർ കൂടി വരുവാണ്. ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ കണ്ടിട്ടും ചാറ്റൊക്കെ കണ്ടിട്ടും എല്ലാരും ആരാധകർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പറയാറില്ല, എന്നെ സ്നേഹിക്കുന്നവരെന്ന് ഞാൻ പറയാറുള്ളൂ. മൊത്തത്തിൽ എന്തോ ആൾക്കാർക്ക് ഇഷ്ടമാണ്. എന്തോ ആ ലാസ്റ്റത്തെ ചിരിയുണ്ടോ? മൊത്തത്തിൽ ആരാധകർ എന്ത്? എന്റെ പൊന്ന് ചേച്ചി, ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? കൂടുതലും ആരാധകർ വന്നേക്കുന്നത് ചേച്ചിയുടെ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ, കോമാളിത്തരങ്ങൾ കണ്ടിട്ട് തന്നെയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഏരിയ ഏറ്റി കൊടുക്കാം. സബ്സ്ക്രിപ്ഷനും ചാറ്റും കൂടെ കണ്ടിട്ടാണ് ആരാധകർ കൂടിയിരിക്കുന്നത് തന്നെ പറയാം. അല്ലാതെ ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ചേച്ചി എന്തൊക്കെ കാണിക്കുന്നു, ചേച്ചി എവിടെയൊക്കെ പോകണം, ചേച്ചി എന്തൊക്കെ പറയണം എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ആരാധകർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചേച്ചി ആരാധകരെല്ലാം ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത് അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കണ്ടല്ല, വേറൊന്നും വിചാരിക്കള്ള. പിന്നെ ചേച്ചിയുടെ ചാറ്റൊക്കെ പുറത്ത് വന്നപ്പോഴത്തേനും ആരാധകരൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടെ കൂടാനേ സാധ്യതയുള്ളൂ, കുറയാനൊന്നും സാധ്യതയൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് തന്നെ നിങ്ങൾ കണ്ടില്ലേ, എന്റെ ഒരു ചാറ്റ് പുറത്ത് വിട്ടുള്ള എന്താണെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. എന്താ സംഭവം ഇതിനകത്ത് എന്താ? അയ്യോ, എന്താണെന്ന് ഓർമ്മ പോലും ഇല്ല.
ഓർമ്മ പോലും ഇല്ല, എന്താണെന്ന് ഓർമ്മ പോലും ഇല്ല. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന വേറെ ആരെങ്കിലും ചാറ്റല്ലേ? ഇപ്പൊ അതാ ഇതിനകത്ത് എന്താണ് പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ എന്ന് ഇവര് സെലിബ്രേറ്റ് ചെയ്യുന്ന നിലയ്ക്ക് എനിക്കതാ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്നെ നേരിട്ട് ഞാൻ അതിന് മുന്നേ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണോ, ചായ കുടിക്കണോ, നമുക്ക് എന്താ പറയാ ചായ കുടിക്കാൻ ചേച്ചിയുടെ ചായ കുടിക്കണമെങ്കിൽ പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതൊന്നും അല്ലല്ലോ എന്നാ ചാറ്റിനകത്ത് കണ്ടത്. ചേച്ചി ഞങ്ങളുടെ ഡ്രൈവിന് വരും, ഓക്കെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യണം, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഓക്കെ, ഡ്രൈവിന് വരൂ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. വൃത്തികേട് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ലൈംഗിക ചുവയെന്നൊന്നും എനിക്കറിയത്തില്ല. സോ അതാണ് ഒരു മനുഷ്യനെ അടിച്ചു താഴ്ത്താവുന്ന സമയം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങ് അടിച്ചു താഴ്ത്തുന്നതാണ്. എന്തായാലും അങ്ങനെ അങ്ങ് പറയാമല്ലോ, പിന്നെ ലാസ്റ്റ് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ, തീർന്നില്ലേ? അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് എല്ലാ കാര്യവും അങ്ങ് ഓക്കെ ആയി. ഇനി ഇതേ കൂടുതൽ നമ്മൾ എന്തൊരു പറയാനാടേ? ഒരു മനുഷ്യനെ അടിച്ചു താത്താനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരെ. അതിനിടയ്ക്കൂടെ തന്നെ ചേച്ചി ഈ ചാറ്റൊക്കെ വെച്ച് ഉണ്ടാക്കിയാണെന്നൊക്കെ പറയുന്നുണ്ട്. വെച്ച് എങ്ങനെയുടെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? എന്തൊക്കെ പണ്ടത്തരങ്ങളായി പറയുന്നത്? ചേച്ചി ഈ രേണുസുതി കാണിക്കുന്ന ഓരോ കോമാളിത്തരത്തിനും ഓരോ ഇതിനൊക്കെ തെമ്മാടിത്തരം തന്നെയല്ലേ പറയാറ്? എന്നിട്ട് ഇതിനകത്ത് വന്നിരുന്നു പറയാ വെച്ച് ഉണ്ടാക്കിയാണ്, ചാറ്റൊക്കെ വെച്ച് ഉണ്ടാക്കിയാണ്. ഇതൊന്നും ഞാൻ അറിഞ്ഞ പോലും കാര്യമില്ല, എനിക്ക് ഓർമ്മയില്ലെങ്കിൽ എന്താ ചെയ്യണമെന്നറിയോ? കോണ്ടാക്ട് മൈ മാനേജർ എന്ന് എപ്പോഴും ചോദിക്കത്തില്ല, ആ മാനേജർ അടുത്ത് ചോദിച്ചു നോക്കണം ഇതൊക്കെ എന്തുവാണെന്ന്. അപ്പൊ ആ മാനേജർ പറയും ഇതൊക്കെ എങ്ങനെ പുറത്തു പോയി, ഇതൊക്കെ എന്താ സംഭവം, അല്ലെങ്കിൽ ഈ ചാറ്റ് പുറത്തു പോയതിനെതിരെ ഒരു കേസെങ്കിലും കൊടുത്തിട്ടുണ്ടോ ചേച്ചി? ഇതുവരെ കേസ് കൊടുത്തിട്ടുണ്ടോ? ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചുന്നുണ്ടോ? ഇപ്പഴാ കണ്ട ഈ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ പ്രതികരിച്ചു വരുന്നത്. അതും പറയുന്നത് ഊളത്തരം വെച്ച് ഉണ്ടാക്കിയാണെന്ന്. ഫുൾ ചാറ്റ് അതിനകത്ത് കിടപ്പുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരല്ലേ? ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണ് ഗൈസ്. നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക, ഇതെല്ലാവരും ബാക്കിയുള്ളവർ കണ്ടോണ്ടിരിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിനെതിരെ വെച്ചിട്ട് അവരൊരു കേസ് കൊടുക്കും. ആണെങ്കിൽ ഇതിനെതിരെ വെച്ചിട്ട് ഒരു കേസ് കൊടുക്കണം. ഇതാരാ ഉണ്ടാക്കിയേ, എവിടുന്ന് വന്ന്, ഇതിന്റെ ഉദ്ദേശം എന്തുവാ എന്നൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കേസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവര് ചെയ്തിട്ടില്ല. ചേച്ചി, രേണുസുതിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? രേണുസുതിയെ കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായം അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ അത് ശരിയാ, രേണുസുതിയെ കുറിച്ച് ഒരു അഭിപ്രായം ആർക്കും ഇവിടെ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. ഈ നോക്കുമ്പോഴത്തേന് യൂട്യൂബ് മൊത്തവും ഇൻസ്റ്റാഗ്രാം മൊത്തവും ഫേസ്ബുക്ക് മൊത്തവും രേണുസുതിയെ കുറിച്ച് ഒരു അഭിപ്രായം ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട് എല്ലാവർക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും, യൂട്യൂബർമാർക്ക് എല്ലാവർക്കും നല്ല സമാധാനമുണ്ട്. അവളെ കുട്ടികളെ വളർത്തണം, അതിനവള് കലാഫീൽഡിൽ ഇറങ്ങി. ഞാൻ ഈ യൂട്യൂബും കാര്യങ്ങളും മൊത്തം ഒന്നും കാണാറില്ല. അതാണ് ഏറ്റവും വലിയ ചേച്ചി അറിയാം, ആർട്ടിസ്റ്റാണ്. അപ്പം ചേച്ചി കറക്റ്റായിട്ട് ഇവരെ കുറിച്ച് നല്ലോണം അറിയാത്തതാണ്. യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും കാണാത്തതിന്റെ കുഴപ്പം തന്നെയാണ് ഇതൊക്കെ. ചേച്ചി ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കണം എന്തൊക്കെയാണ്. പിന്നെ ഈ പറയുന്ന കുട്ടികളെ വളർത്തുന്നത്, ഏത് കുട്ടികള്? അപ്പൊ ഇതൊക്കെ കാണാത്തോണ്ടുള്ള കുഴപ്പമാണ് ചേച്ചിക്ക് ഇതിനെ കുറിച്ച് എന്തുകൊണ്ടാ അറിയാൻ മേലാത്തേന്ന്. കുട്ടികളെ വളർത്തുന്നത്, എല്ലാ കുട്ടികളെ വളർത്തുക. ഇവരൊക്കെ അത്യാവശ്യം നല്ല പ്രായം ചെന്നവരാണ്. ഇവർക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവ് കാണത്തില്ലായിരിക്കും. അറിയാത്തോണ്ടാണ് ഇവരിങ്ങനെ ഇപ്പം അറിയാത്ത രീതിയിൽ ഇതിങ്ങനെ സംസാരിച്ചിരിക്കണത്. കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കണേ? അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന കുട്ടികളെ എവിടെയാണ് നിൽക്കുന്നത്? രണ്ടുപേരും രണ്ട് സൈഡിൽ നിൽക്കുക കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ കുട്ടികളെ കുറിച്ച് പറയുന്ന അവരതിനൊരു കയ്യും കണക്കല്ലോ. ഇതൊക്കെ കാണണ്ടേ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരിത് കാണാത്തോണ്ടായിരിക്കും. ഓക്കെ, പലതും പറയുന്നുണ്ട്. എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ കേൾക്കാറുമില്ല. ഞാൻ അവളോട് ഇപ്പൊ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, സുധീനെ എനിക്കറിയാം, ആ കാലം തൊട്ടേ നിന്നെ അറിയാൻ എനിക്ക്. അവള് പുറത്തിറങ്ങാത്തൊരു വ്യക്തിയാണ്. ഇപ്പൊ അവൾക്ക് അവളെ കുട്ടികളെ പോറ്റണം. സുധി മരിച്ചതും പറഞ്ഞ ആര് കൊടുക്കും പൈസ? അപ്പൊ അവൾക്ക് കഴിയുന്നത് പോലെ. ഇതൊന്നും ചേച്ചിക്ക് കേൾക്കേണ്ട ആവശ്യമില്ലെന്നാണ് ചേച്ചി ചിലപ്പോ നാളെ ചേച്ചി ആയിരിക്കും വന്നിരുന്ന് അവരാധം പറയുന്നത്. നമ്മളെ രേണു ചേച്ചി നാളെ ഈ പറയുന്ന ചേച്ചീനെ ആയിരിക്കും നാളെ വന്നിരുന്ന് അവരാധം പറയുന്നത്. അപ്പൊ പറയാൻ പറ്റത്തില്ല. കാരണം സഹായിക്കുന്നവരെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സഹായിക്കുന്നവരെല്ലാം അവരാധം മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ് നമ്മളെ രേണു സുധി എന്ന് പറയുന്നത് ഈ ചേച്ചി. കാരണം നമുക്കൊരാളെ കുറ്റം പറയാൻ എളുപ്പം കഴിയും. ഒരാൾ എങ്ങനെ ജീവിക്കണോ, കുട്ടികളെ എങ്ങനെ പോറ്റണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാനാണെങ്കിലും കേട്ടോ, പിന്നെ അങ്ങനെയൊക്കെ കുറ്റം പറയാൻ എനിക്കും പറ്റും. എന്നാ 10 രൂപ കൊടുത്ത് സഹായിക്കാൻ എനിക്ക് പറ്റുമോ? പറ്റൂല. ഇതിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല.
അപ്പൊ ചേച്ചി ഇതിരുന്ന് ഈ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ചേച്ചി ഇതിരുന്ന് പറയുന്നത് വെച്ചാൽ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാത്തോണ്ടാ. വല്ലപ്പോഴും യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അങ്ങനത്തുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുവാണെങ്കിൽ ചുമ്മാ രേണു സുധി എന്നുള്ള കാര്യം ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളൊന്നും വരത്തില്ല. അതിനിപ്പോഴേ ഓക്കെ, അതിനിപ്പോഴേ ഞാൻ ഉറപ്പ് പറയാം, നല്ല കാര്യങ്ങളൊന്നും വരത്തില്ല. എല്ലാ അപരാധങ്ങളെ വരുത്തുള്ളൂ. തെളിവ് സഹിതം അപരാധങ്ങൾ മാത്രമേ വരുത്തുള്ളൂ. ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ മേലാത്താണ് ചേച്ചി ഇങ്ങനെ സംസാരിച്ചത്. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്താ അറിയോ, ഈ ചേച്ചിനെ അവിടെ പോയപ്പെടുത്തിന് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയപ്പോഴത്തേന് ഇവരെല്ലാരെയും പറഞ്ഞ് ഇവരെ കാണുമ്പോഴേ അറിയാം കുറച്ച് പ്രായമുള്ളതാണ്. ഇവർ ഈ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കത്തില്ല, ഇങ്ങനത്തെ മീഡിയാസ് ഒന്നും ഉപയോഗിക്കത്തില്ല എന്ന് ഈ രേണു സൂതിക്ക് മനസ്സിലായി. ഈ രേണു സൂതി അതുകൊണ്ട് അവരെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എനിക്ക് എന്റെ കുട്ടികളെ നോക്കണം, എനിക്ക് അങ്ങനെയാണ് പ്രാരാബ്ദം, പണ്ട് സുധിചേട്ടൻ അങ്ങനെയായിരുന്നു, സുധിചേട്ടൻ ഉള്ള സമയത്ത് ഇങ്ങനെയായിരുന്നു, സുധിചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങുവാണ്, അങ്ങനെ ഇങ്ങനെ ഗുണ ബ്ലാ 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 അതിനൊക്കെയുള്ള എല്ലാം പറഞ്ഞ് ഈ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ചേച്ചീനെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. 10 രൂപ ഉണ്ടെങ്കിലും അത് മറച്ചു വെച്ചെങ്ങാഞ്ഞിരിക്കും, കൊടുക്കൂല. അപ്പൊ അവരെ കുട്ടികളെ പോറ്റാൻ അവർക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അവര് അഭിനയിച്ചിട്ടോ റീൽസ് ചെയ്തിട്ടോ അഭിനയിച്ചിട്ടോ എങ്ങനെയാ അവര് വളർത്തട്ടോ, അതിന് അവന്റെ ആത്മാവ് കൂടെ ഉണ്ടാവട്ടെ. ഇപ്പൊ രേണുസുദിനെ കുറിച്ച് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പറയത്തില്ല. ചേച്ചിക്ക് ഇതിനെ കുറിച്ച് അറിയാൻ മേലാത്തണ്ട, ചേച്ചി ഒരിക്കലും കുറ്റപ്പെടുത്തുമല്ല. അറിയാൻ മേലാത്തണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പോട്ടെ, ഒരിക്കലും ചേച്ചിനെ കുറ്റപ്പെടുത്തുമല്ല, ഒരിക്കലും. ഇത് നല്ല രീതിയിൽ അവര് മാനിപ്പുലേറ്റ് ചെയ്ത് തെറ്റിദ്ധാരണ കൊണ്ട് അത് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക കാര്യങ്ങളല്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാമറാമാൻ ഇതും ചെയ്തായിരിക്കും, ഇത് രേണുസുതി തന്നെ ചെയ്തായിരിക്കും. അതാണ്ട് ആ അമ്മയെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആ ചേച്ചീനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരൊരു ബൈറ്റ് പോയി എടുത്തു നോക്ക്, അവരെന്തായാലും നല്ല കാര്യമായിരിക്കും പറയുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ക്യാമറാമാൻ വന്ന് രേണുസുതിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേന് ഈ അറിയാത്ത കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങളും ചേച്ചിക്ക് അറിയാത്ത കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തങ്ങ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് ആ ചാറ്റും കാര്യങ്ങളും പിന്നെ സബ്സ്ക്രിപ്ഷൻ്റെ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായി. 10 രൂപ എന്തിനാ, 10 രൂപ ഇല്ല, നല്ല രീതിയിൽ റേറ്റ് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ആ ചാറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് 10 രൂപയൊന്നും വേണ്ട, നമുക്ക് 10 കൂടുതലാണ് വേണ്ടത്. ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇതിനു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഉള്ള ഒരു ദാരിദ്ര്യം പിടിച്ചവന്മാരൊക്കെ ഏതടേ. ഒരുമാതിരിപ്പെട്ട ചാറ്റൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാല് ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആരും സബ്സ്ക്രിപ്ഷൻ ചെയ്യാറില്ല. ഗൈസ്, റീൽസ് ചെയ്തിട്ടോ അഭിനയിച്ചിട്ടോ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടോ കുട്ടികളെ വളർത്തട്ടെ, കുഴപ്പമില്ല, നമുക്ക് അതൊരു വിഷയമില്ല, വളർത്തട്ടെ. നമുക്കാർക്കൊന്നുമില്ല, നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ കോമാളിത്തരോ അപരാധവും പിന്നെ ഇതണക്കുള്ള ഉടായ്പ പരിപാടികളോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും അതിനെ വെറുതെ വിടത്തൊന്നുമില്ല, അതിന്റെ പുറകെ തന്നെ പോകും. എന്നിട്ട് ഇങ്ങനത്തുള്ള കോമാളിത്തരം അപരാധവും കാണിച്ചിട്ട് അത് നല്ലതാന്ന് ഇങ്ങനെ നല്ലതാന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ശരിയായിട്ടുള്ള കാര്യമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റെന്ന് തന്നെ പറയണം, അപരാധം കാണിച്ചിട്ടുണ്ടെങ്കിൽ അപരാധമാണ് കാണിച്ചതെന്ന് തന്നെ പറയണം. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഇതണക്കുള്ള യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാരെല്ലാം പറയിപ്പിക്കും. അപ്പൊ ഈ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തുമാത്രം ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണെന്ന് ഇത് തന്നെ. പക്ഷെ ഈ രേണുസുതിക്ക് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ്, നല്ല കുറച്ച് ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇവർ ഫോണൊക്കെ കയ്യിലിരിക്കുന്ന ഫോണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡിവൈസ് ഒക്കെ മേടിച്ച് നോക്കിയിട്ട് ഒക്കെ ആയിരിക്കാം, കുറെ സംസാരിച്ചിട്ടായിരിക്കാം ഈ ഒരു കാര്യം ഈ ഒരു രേണുസുതി മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഒരു സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചെന്ന് പറയാം. അവർക്ക് ഈ പറയുന്ന കണക്ക് ഈ സുധീനെ മാത്രമേ അറിയത്തുള്ളൂ, സുധീചേട്ടനെ മാത്രമേ അറിയത്തുള്ളൂ. പുള്ളി എങ്ങനെയുള്ള രീതിയിലെ കോമഡിക്കാരും അങ്ങനത്തെ ഉള്ള ഒരു ഇത് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പൊ ഈ രേണുസുതി ഇതിന് ശേഷം ഈ സുധിചേട്ടന് ശേഷം രേണുസുതി എങ്ങനെ നടക്കുന്നത് കാര്യമൊന്നും ഇവർക്ക് അറിയത്തില്ലായിരിക്കും. ഇവര് അന്നേരം നല്ല രീതിയിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിങ്ങനെ ഒന്നും പറയത്തില്ല. അപ്പൊ ഈ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അവരാരാ അറിഞ്ഞിട്ട് മാത്രം വേണം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിരുന്ന ഒരു സോഷ്യൽ മീഡിയക്ക് മുമ്പ് ഇരുന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കും കൂടെ നാണക്കേടാവും. കുഴപ്പമില്ല, നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ, എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ. അതിന് രേണുസുതി ആയാലും ആരായാലും
അല്ലാതെ നിങ്ങൾ നന്നാവുന്നുണ്ടെന്ന് നമുക്കൊന്നും യാതൊരുവിധ വിഷയങ്ങളോ അല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ കുറ്റബോധമോ അല്ലെങ്കിൽ കുറ്റമോ വൈരാഗ്യമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തിക്കും അനുസരിച്ചിരിക്കും ബാക്കിയുള്ളവരുടെ പ്രതികരണം.